സഭാപ്രസംഗി അധ്യായം 2. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും. സുഖം അനുഭവിച്ചുകൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെക്കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ടെന്ത് ഫലം എന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിൻകീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എൻ്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ, ഞാൻ എൻ്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിപ്പാനും ഭോഷത്വം പിടിച്ചുകൊള്ളുവാനും എൻ്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു. എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വെച്ചു പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കും ഉള്ള ഭണ്ഡാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതകാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പേ യെരൂശലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു. അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ അതിന് നിഷേധിച്ചില്ല. എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എൻ്റെ സകല പ്രയത്നവും നിമിത്തം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ സകല പ്രയത്നത്തിലും എനിക്ക് ഉണ്ടായ അനുഭവം ഇത് തന്നെ. ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ഭ്രാന്തവും ഭോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ. വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം ഭോഷത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടിൽ നടക്കുന്നു. എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്ന് തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൽ ഞാൻ എന്നോട്, ഭോഷനും എനിക്ക് ഗതി ഒന്ന് തന്നെ, പിന്നെ ഞാൻ എന്തിന് അധിക ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതും മായയത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്തും അവരെ ഒക്കെയും മറന്നുപോകും. അയ്യോ, ഭോഷൻ മരിക്കുന്നത് പോലെ ജ്ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴെ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നം ഒക്കെയും ഞാൻ വെറുത്തു. എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ ഭോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതും ആയ സകല പ്രയത്നത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായയത്രേ. ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സകല പ്രയത്നത്തെക്കുറിച്ചും ഞാൻ എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർത്ഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തന് അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അതും മായയും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യന് എന്ത് ഫലം? അവൻ്റെ നാളുകളിൽ ഒക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവും അല്ലോ. രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതും മായയത്രേ. തിന്നുകുടിച്ച് തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഇതെന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടില്ലാതെ ആർ ഭക്ഷിക്കും? ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ളത് മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും വൃഥാ പ്രയത്നവും അത്രേ.